ശ്ശേ, ഏത് നേരത്താണോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്? അല്ലെങ്കിൽ തന്നെ വല്ലവരും പറയുന്ന കേട്ട് എടുത്തു ചാടി എല്ലാം ചെയ്യും. എന്നിട്ട് പ്രശ്നം വരുമ്പോൾ ആരും കൂടെ കാണത്തുമില്ല. എനിക്ക് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്താൽ മതിയായിരുന്നു. ഇത് എല്ലാവരെയും സമാധാനിപ്പിക്കാനും സാന്ത്വനിപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യം ചെയ്യും. അവസാനം അനുഭവിക്കാൻ നേരത്ത് ആരും കൂടെ കാണത്തുമില്ല. ഇങ്ങനൊരവസ്ഥ നമ്മളെല്ലാവരും ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ ലൈഫിലെ മേജർ ഡിസിഷൻസ്, ഏറ്റവും പ്രധാനമായ തീരുമാനങ്ങൾ നമ്മൾ ആ സമയത്ത് എടുക്കാതെ അല്ലെങ്കിൽ അത് പറയാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് കംപ്ലീറ്റ്ലി നമ്മുടെ ലൈഫിനെ തിരിച്ചു വിടുന്നൊരു സമയം. എന്തുകൊണ്ടായിരിക്കും അത് സംഭവിക്കുന്നത്? നമുക്ക് ധൈര്യമില്ലാഞ്ഞിട്ടാണോ? അതോ നമ്മൾ ആരെങ്കിലും പേടിച്ചിട്ടാണോ? ലൈഫിലെ മേജർ തീരുമാനങ്ങൾ നമുക്ക് പറയാൻ എന്താ പറ്റാത്തത്? അതിപ്പോൾ ജോലിയുടെ കാര്യമായിക്കോട്ടെ, ഏത് രാജ്യത്ത് പോയി സെറ്റിൽ ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, കല്യാണക്കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഏത് പ്രായത്തിൽ വീട് വാങ്ങിക്കണം, ഏത് പ്രായത്തിൽ ഏത് വണ്ടി വാങ്ങിക്കണം, നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ, ചെറിയ ചെറിയ എന്താ പറയുന്നത്, എല്ലാം ചെറുതെന്നല്ല, അതൊക്കെ മേജർ ഡിസിഷൻസാണ്. എന്തിനായിരിക്കും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നത്? എന്നിട്ട് നമ്മൾ ഒരു പോയിൻ്റ് ഓഫ് ടൈം എത്തുമ്പോൾ നമ്മൾ പറയും, ഷോ ഞാൻ അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, ഞാൻ സ്വന്തമായിട്ട് വാ തുറന്ന് പറയണമായിരുന്നു, കുറച്ചുകൂടെ ധൈര്യം കാണിക്കണമായിരുന്നു. മറ്റുള്ളവന് വേണ്ടി നമ്മൾ തല താന്ന് കൊടുത്തിട്ട് മറ്റുള്ളവർ തലയിലോട്ട് കയറി അങ്ങ് ചാടിക്കോട്ടെ, അവർ നൃത്തം ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നീട് ഒരു വലിയ കുഴിയിലോട്ട് പോയി വീണിട്ട് അവിടെ കിടന്ന് തലതല്ലി കരയേണ്ട ആവശ്യം എന്തിനാ? അതിനെ നമുക്കൊരല്പം ധൈര്യം വേണം. എൻ്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ ഇങ്ങനെയാണ്, ഞാൻ ചെയ്യുന്ന പ്രോഗ്രാം ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനത്തെ തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്, ഇതനുസരിച്ച് ഞാൻ പോകുകയുള്ളൂ എന്നൊരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റണം. അതിന് നമുക്ക് നമ്മളോട് സെൽഫ് റെസ്പെക്റ്റ് വേണം. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കാനും ബഹുമാനിക്കാനും പറ്റണം. ആ സ്നേഹവും ബഹുമാനവും ഒക്കെ നമുക്ക് നമ്മളോടുണ്ടാവുമ്പോൾ നമ്മുടെ ഡിസിഷൻസിനൊക്കെ നമുക്കൊരു വിലയുണ്ടാവും. അല്ലാതെ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമോഷണൽ സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻറ്റ്സിൻ്റെ പേരിൽ അവരെൻ്റെ ജീവിതം തീരുമാനിക്കട്ടെ, അവരെൻ്റെ ജീവിതം ഓടിക്കട്ടെ, ഞാനതനുസരിച്ച് ഓടാമെന്ന് വിചാരിച്ചാൽ അതൊരിക്കലും ശരിയാവില്ല. ബിക്കോസ് മറ്റുള്ളവൻ്റെ കയ്യിൽ ഒരു കളിപ്പാവയാവാൻ നമ്മൾ നിന്ന് കൊടുക്കരുത്. ഒരു പരിധിവരെ നമ്മളങ്ങനെ എന്താ പറയുക, നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനും നമ്മുടെ പേരൻസ് പറയുന്ന ഓക്കെയാണ്, നമ്മളൊരു പരിധി വരെ ഓക്കെ ആയിരിക്കാം. പക്ഷെ ഒരു പ്രായം കഴിയുമ്പം അതിനും മാറ്റങ്ങൾ വരും അല്ലേ? ഒരു പക്വത എത്തുന്ന കാലം മുതൽ ഒരു മെച്യൂരിറ്റി ഉണ്ട് എന്ന് നമുക്ക് തന്നെ ബോധം വരുന്നൊരു കാലം. നമ്മളെടുക്കുന്ന ഡിസിഷൻസ് തെറ്റിപ്പോവില്ല. ഇനി അഥവാ എന്തെങ്കിലും തെറ്റിപ്പോയാലും അതിൻ്റെ കോൺസിക്വൻസസ് ഞാൻ അനുഭവിച്ചോളാം എന്നൊരു ദൃഢ മനസ്സ് അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ പറ്റുന്നൊരു പ്രായമുള്ളൊരു ബോധം വരുന്നൊരു കാലം എന്ന് പറയില്ലേ, ആ സമയം മുതൽ നമ്മുടെ മനസ്സിൻ്റെ ഡിസിഷൻസിന് നമ്മൾ വില കൽപ്പിക്കണം. മറ്റുള്ളവരല്ല നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. എന്തായിക്കോട്ടെ, ഈവൻ ഒരു ചെറിയ കാര്യമായിക്കോട്ടെ, നമ്മൾ ഏത് ജോലി ചെയ്യണം, എവിടെ ജോലി ചെയ്യണം, എവിടെ താമസിക്കണം, എങ്ങനെ ജീവിക്കണം, അതൊക്കെ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. മറ്റുള്ളവരുടെ നല്ല അഭിപ്രായങ്ങൾ എടുക്കാം. സജഷൻസ് ആർ ഓൾവേസ് ഗുഡ്, ബട്ട് ഡിസിഷൻസ് ആർ നോട്ട് ഫ്രം അതേഴ്സ്. മറ്റുള്ളവൻ്റെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കണം. ഓക്കെ, കാരണം ചിലപ്പോൾ അവർ പറയുന്നതിൽ കാര്യങ്ങളുണ്ടാവും, ചിലപ്പോൾ അവരുടെ ജീവിത അനുഭവത്തിൽ നിന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും, അത് നല്ലതാണ്. പക്ഷേ ഡിസിഷൻസ് എടുക്കുന്നത് മറ്റുള്ളവരാവരുത്. എൻ്റെ ജീവിതത്തിലെ ഡിസിഷൻസ് ഞാനാണ് എടുക്കുക, മറ്റുള്ള ഒരാളല്ലാതെ എടുക്കേണ്ടത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കോൺസിക്വൻസസ്, അതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കാൻ അവരുണ്ടാവുമോ? അവരുണ്ടാവില്ല. അപ്പോൾ എന്താ, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ഇവരെന്താ പറയാമെന്നറിയോ? അത് ഞാനൊരു കാര്യം പറഞ്ഞു, ഞാനല്ലോ നീ എടുത്ത് ചാടുമെന്ന്. അപ്പം നിനക്ക് ബുദ്ധി വേണമായിരുന്നു ആ സമയത്ത് അങ്ങനെ പറയാൻ. ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാ, അങ്ങനെ പോയിച്ചോ, ഇതേ അവർ പറയൂ. നമുക്കപ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ല. പക്ഷെ നമ്മളെടുത്തൊരു തീരുമാനം, അതിനനുസരിച്ച് നമ്മുടെ ജീവിതം പോകാമെന്ന് വിചാരിച്ചു, നല്ലൊരു കാര്യത്തിന് വേണ്ടി ആയിക്കോട്ടെ. അതിൻ്റെ ഇടയ്ക്കൊരു പ്രശ്നം വന്നാലും നമുക്ക് പറയാം, ഓക്കെ ഞാനെടുത്ത തീരുമാനമായിരുന്നു, ഒന്ന് ചെറുതായിട്ട് ചെറിയ പാളിച്ചകൾ പറ്റി, ഇറ്റ്സ് ഓക്കെ, എൻ്റെ നെക്സ്റ്റ് ടൈം ഞാൻ ഇമ്പ്രൂവ് ചെയ്യും എന്ന് പറയാം. മറ്റുള്ളവരെടുക്കുന്ന തീരുമാനത്തിൽ ജീവിക്കാൻ പോയാൽ ശത്രുതയും പകയും വിദ്വേഷവും കൂടുമെന്നല്ലാതെ ഒരു കാര്യമില്ല. ലൈഫ് ലോങ് തലയിൽ വെച്ചുകൊണ്ട് നടക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ മേക്ക് ഷുവർ the decisions are from your heart, from your mind, and always just take other suggestions. അവരുടെ സജഷൻസ്, ഒപ്പീനിയൻസ് മാത്രം എടുക്കുക. ഡിസിഷൻസ് ഫൈനലൈസ് ചെയ്യേണ്ടത് നമ്മളായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഡിസിഷൻസ് ഷുഡ് ഓൾവേസ് കം ഫ്രം അവർ സൈഡ്. ധൈര്യത്തോടെ, നല്ല സന്തോഷത്തോടെ എല്ലാവർക്കും ജീവിതം നല്ല എന്താ പറയുക, ഭംഗിയായിട്ട് ആസ്വദിക്കാൻ സാധിക്കട്ടെ. മറ്റുള്ളവന് വേണ്ടി അല്ല ജീവിച്ച് കാണിക്കേണ്ടത്. നമ്മളെ സന്തോഷിപ്പിക്കാനും സമാധാനിപ്പിക്കാൻ വേണ്ടി ഈ ജീവിതം ഈ ലോകത്തിൽ ജീവിച്ച് കാണിക്കണം.
നമ്മുടെ സിഗ്നേച്ചറാണ് അവസാനം നമ്മൾ ഇടേണ്ടത്. മറ്റൊരാളുടെ കൈ പിടിച്ചൊരു സിഗ്നേച്ചർ അല്ല നമ്മൾ ഇടേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷങ്ങൾ നേരുന്നു. സീ യു ആൾ സൂൺ. ടേക്ക് കെയർ. ബൈ.